ഓരോ ആഴ്ചയിലും ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും. സൺഡേകളിലുള്ള ഈ സൂമിന് പുറമെ ഈ 1-ാം തീയതി മുതൽ ജൂലൈ മാസം 1-ാം തീയതി മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ഓഫ്ലൈൻ ട്രെയിനിങ് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ BOP പ്രസന്റേഷനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ലക്ഷോപലക്ഷം ആളുകളിലേക്ക് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ആ ഒരു സവിശേഷത, അതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ആവശ്യകത നമ്മൾ പഠിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ വരും കാലങ്ങളിൽ നമ്മുടെ മണിരായ മാർക്കറ്റിംഗ് ഒരു ചർച്ചയായിട്ട് മാറി ഒരു വലിയ വളർച്ചയിലേക്ക് നമ്മൾ നീങ്ങാൻ പോവുകയാണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട്, അതിന്റെ ഒരു വലിയ അഭിമാനമുണ്ട്. അതൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് എന്താണ് ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ എന്നതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, കമ്പനി കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബയോമാഗ്നറ്റിക് തെറാപ്പിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള സുസജ്ജമായ സംവിധാനങ്ങൾ ഒരുക്കി ഓൺ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് MR മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ, അഗ്രികൾച്ചർ മേഖലയുമായി ബന്ധപ്പെട്ട് അതിനനുസൃതമായിട്ടുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ, ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിലൊക്കെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കൃഷിയൊക്കെ ഉള്ളത്. എന്നാലും ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ നല്ല രൂപത്തിൽ അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. കർണാടകയിലൊക്കെ ഓൾറെഡി വലിയ തോതിൽ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളൊക്കെ തന്നെ നമ്മളെ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ വെൽനസ് റേഞ്ചിലുള്ള, ന്യൂട്രാസ്യൂട്ടിക്കൽ റേഞ്ചിലുള്ള, പേഴ്സണൽ കെയർ മേഖലയിലൊക്കെ തന്നെ എല്ലാ മേഖലയിലും ഉള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് മണിരായ മാർക്കറ്റിംഗ് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂരാണ്. കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് ശിവാജി നഗറിലാണ്. അതുപോലെ തന്നെ എലഹങ്കയിലാണ് നമ്മുടെ പ്രോഡക്റ്റുകളും മറ്റും അതിന്റെ ഓഫീസ് എല്ലാം തന്നെ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ ഒരു വർഷമായിട്ടുള്ള ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിന്റെ തുടക്കം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ചെറിയ ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് ഇപ്പോൾ MRുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ മാത്രം ഒരു 7500ഓളം മെമ്പേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് MR മാർക്കറ്റിംഗ് എടുത്തിട്ടുള്ള ടേൺ ഓവർ എന്ന് പറയുന്നത് 5 കോടിയാണ്. 5 കോടിയുടെ ടേൺ ഓവർ എടുത്തു. ഈ 5 കോടി ടേൺ ഓവർ എടുത്ത സമയത്ത് അതിൽ 2.5 കോടി രൂപയും പേ ഔട്ട് കൊടുത്തിട്ടുള്ള ചരിത്രം സൃഷ്ടിച്ചൊരു കമ്പനി കൂടിയാണ് MR. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവര് അർഹിക്കുന്ന വേതനം അതാത് സമയങ്ങളിൽ സമയബന്ധിതമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരും കാലങ്ങളിൽ ഉണ്ടാകുന്ന ടേൺ ഓവറിന് ആനുപാതികമായ ഒരു 50% പേ ഔട്ട് കൊടുക്കുന്ന തരത്തിലാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും മണിരായ മാർക്കറ്റിംഗ് ഈ ഇന്ത്യൻ മണ്ണിൽ ഒരു വലിയ റെവല്യൂഷൻ സൃഷ്ടിക്കുന്ന സമയത്ത് ഒരുപാട് വ്യക്തികൾ, കേരളത്തിലടക്കം ഒരുപാട് വ്യക്തികൾ ആ കോടീശ്വര പദവിയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ നമ്മൾ ഒരു വർഷത്തെ ഈ ഒരു കാലയളവ് പറയുമ്പോൾ തന്നെ 175 പരം ആളുകൾ ലാഖ്പതീസായി കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ 2 പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ നമ്മുടെ കമ്പനിക്ക് കിട്ടുണ്ടായി, നമ്മുടെ MDക്കൊക്കെ കിട്ടുണ്ടായി. MDയെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു യങ് എന്റർപ്രണർ ആണ്. പേര് നിതിൻ മഞ്ചപ്പ എന്നാണ്. അദ്ദേഹം 2 മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഒരു വ്യക്തിയാണ്. IT സെക്ടറിൽ അദ്ദേഹം പ്രാവീണ്യം തെളിയിച്ചു. വർഷങ്ങളായിട്ട് ആ മേഖലയിൽ IT മേഖലയിൽ അദ്ദേഹം ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖല, ഡയറക്ട് സെല്ലിംഗ് ഇന്ന് ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പുതിയ ഒരു എറ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ഡയറക്ട് സെല്ലിങ്ങിന് 100% നിയമാനുസൃതമായ സപ്പോർട്ട് കൊടുത്ത് അതിനു വേണ്ടുന്ന എല്ലാ നിയമ പ്രക്രിയകളും പൂർത്തീകരിച്ച് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഡയറക്ട് സെല്ലിംഗ് കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുള്ള, അങ്ങനെ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ച ഒരു സമയത്താണ് നമ്മൾ ഡയറക്ട് സെല്ലിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്, വിശിഷ്യ MR കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം, മാനേജ്മെന്റിന്റെ വീക്ഷണം മനസ്സിലാക്കണം, അവർക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ധാരണകൾ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ച സമയത്ത് IT എന്ന് പറയുന്ന ഒരു മേഖല നമുക്കറിയാം, ഡയറക്ട് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട നൂതനമായ
വിപണന രീതിയിലേക്ക് വരുമ്പോൾ IT-ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. IT മേഖലയിലും അതുപോലെ തന്നെ കഴിഞ്ഞ 9 വർഷമായി ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി വിദേശത്ത് പോയിട്ട് പോലും പഠനം നടത്തിയിട്ടുള്ള ബഹുമുഖ പ്രതിഭയാണ് മിസ്റ്റർ നിതിൻ മഞ്ചപ്പ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. ചെറുപ്പക്കാരനാണ്. അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ച ആളുകൾക്കൊക്കെ തന്നെ അറിയാൻ പറ്റും ദീർഘ വീക്ഷണമുള്ള, കൃത്യമായി ഈ കമ്പനിയെ എവിടെ കൊണ്ട് എത്തിക്കണം എന്നതിനെ കുറിച്ച് നല്ല രൂപരേഖയുള്ള, അതിന് ഓരോ വർഷവും അതിന്റെ പ്രവർത്തന രീതികളെല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള കൃത്യമായ കാഴ്ചപ്പാടോട് കൂടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെ ഡൈനാമിക് പേഴ്സണാലിറ്റിയാണ് നിതിൻ മഞ്ചപ്പ, നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ഐക്കൺ ഓഫ് ബിസിനസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടായി. ഐക്കൺ ഓഫ് ഇന്ത്യൻ ബിസിനസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടായി. യങ് ബിസിനസ്സുകാർക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടായി. നമ്മൾ ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ ലീഗാലിറ്റിയാണ്. ലീഗാലിറ്റി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിന് നമുക്ക് ആദ്യമേ പറയാം, 100% നിയമപരമായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ പറയുന്ന എല്ലാ നിയമ സർട്ടിഫിക്കറ്റുകളും ഒക്കെ നേടിയെടുത്തിട്ടുള്ള കമ്പനിയാണ് മണിരായ മാർക്കറ്റിംഗ്. GST, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പാൻ കാർഡ്, അതുപോലെ തന്നെ ടാൻ, MSME ഉദ്യം, മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, അതുപോലെ ഫോം 4, FSSAI, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് രജിസ്ട്രേഷൻ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി രജിസ്ട്രേഷൻ, കോഷർ സർട്ടിഫിക്കറ്റ്, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ്, ഹസാർഡ് അനലൈസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് HACCP സർട്ടിഫിക്കറ്റ്, ഫുഡ് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിനുള്ള സർട്ടിഫിക്കറ്റ്, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ISO സർട്ടിഫിക്കറ്റ്, VDSVS സർട്ടിഫിക്കറ്റ്, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ സർട്ടിഫിക്കേഷനുകളും പൂർത്തീകരിച്ച് 100% നിയമപരമായിട്ട് നമ്മുടെ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രോഡക്റ്റിന്റെ ശ്രേണിയിലേക്ക് പോകുന്ന സമയത്ത് നാച്ചുറൽ പ്രോഡക്ട്സ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് നാച്ചുറൽ പ്രോഡക്ട്സുകൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ, ഞാൻ ആവശ്യം എന്ന് പറയില്ല, അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ജനകീയ സ്വീകാര്യത ലഭിക്കാനുള്ള 100% അതിന് സാധ്യതയുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടും പറയാൻ കഴിയും. നമ്മുടെ പ്രോഡക്റ്റിന്റെ റേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുണ്ട്, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകളുണ്ട്, വെൽനസ് ബൂസ്റ്റർ സപ്ലിമെന്റുകളുണ്ട്, ഹോം എസെൻഷ്യൽസ് പ്രോഡക്റ്റുകളുണ്ട്, സ്കിൻ ആൻഡ് ഹെയർ കെയർ പ്രോഡക്റ്റുകളുണ്ട്, പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളൊക്കെ തന്നെയുണ്ട്, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയിലുള്ള പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ ഓൾറെഡി സജ്ജമാണ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളാണ്. ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ബയോമാഗ്നറ്റിസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭൂമിയുടെ ജൈവ കാന്തികമായിട്ടുള്ള ഒരു പ്രതിഭാസത്തെയാണ് ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. നമ്മുടെ ജീവനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കുറെ ഘടകങ്ങളുണ്ട്. അതായത് ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ എന്ന് നമുക്കറിയാം. ആ ജീവൻ എന്തുകൊണ്ട് ഭൂമിയിൽ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പ്രധാനമായിട്ടും 5 ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് അത് നിലനിൽക്കുന്നത്. 5 ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുന്നത്. അതായത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്ന പഞ്ചതത്വത്തിൽ അധിഷ്ഠിതമാണ് മനുഷ്യന്റെ ജനനം, ജീവിതം, മരണം, സൃഷ്ടി, സ്ഥിതി, ലയം എന്ന് പറയുന്ന 3 ഘട്ടങ്ങളും ഈ 5 ഘടകങ്ങളെ ആസ്പദമായിട്ടാണ് കിടക്കുന്നത്. അതായത് ഓക്സിജൻ വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം, സൂര്യപ്രകാശം വേണം. അതുപോലെ തന്നെ നമ്മുടെ ജീവനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇത് നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് മനുഷ്യന് മാഗ്നറ്റിക് എനർജി നേരിട്ട് കിട്ടുന്നതിൽ ഒരുപാട് കുറവുകൾ സംഭവിച്ചു, ശോഷണം സംഭവിച്ചു എന്നുള്ളതാണ്. ആ മാഗ്നറ്റിക് എനർജിയുടെ കുറവിനെ പരിഹരിക്കുക എന്നുള്ളതാണ്, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ആണ് ബയോമാഗ്നറ്റിക് തെറാപ്പി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അതിന്റെ ഗുണം എന്ന് പറയുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു തെറാപ്പി സിസ്റ്റം അല്ല. ഇത് നൂറ്റാണ്ടുകളായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ മാഗ്നറ്റിക് തെറാപ്പി നിലനിൽക്കുന്നുണ്ട്. മാഗ്നറ്റുകളെ ഉപയോഗപ്പെടുത്തി മനുഷ്യ ശരീരത്തിന് ഹീലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഇതിവൃത്തം. ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ആയുഷ് നാച്ചുറോപ്പതിയുടെ ഭാഗമായിട്ട്, പ്രകൃതി ജീവനത്തിന്റെ ഭാഗമായിട്ട്
മാഗ്നറ്റിക് തെറാപ്പി അനുവദനീയമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നോൺ ഇൻവാസീവ് ആൾട്ടർനേറ്റീവ് ഹീലിംഗ് സപ്പോർട്ടിംഗ് തെറാപ്പിയാണ്. നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർശ്വഫലരഹിതമാണ്. അതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല, നോ കോൺട്രാ ഇൻഡിക്കേഷൻ. ഇതിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ കഴിയുന്നു, എന്നാൽ സൈഡ് എഫക്റ്റുകൾ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മാഗ്നറ്റിക് തെറാപ്പി എന്താണ് എന്നുള്ളത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് പുസ്തകങ്ങൾ, മാഗ്നറ്റിക് ഹീലിംഗ് എന്താണ്, എങ്ങനെയാണ് ബോഡിയിൽ മാഗ്നറ്റിസം വർക്ക് ചെയ്യുന്നത്, അത് ഹീലിംഗ് എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്താണ് മാഗ്നറ്റും അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ഇതുമായി ബന്ധപ്പെട്ടുള്ള നൂറുകണക്കിന് പുസ്തകങ്ങൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മാത്രവുമല്ല, ഒരു അലോപ്പതി ഡോക്ടർ ഡോക്ടർ അലീഷ മൂപ്പൻ, അവര് ആംസ്റ്റർഡാം മെഡിസിറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. അവര് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എത്രത്തോളം നമ്മുടെ മനുഷ്യ ശരീരത്തിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ആർട്ടിക്കിളിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആണ് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രകൃതിദത്തമായിട്ട് തരുന്ന സംവിധാനമാണ് ബയോ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. അതിന്റെ ഡിവൈസുകൾ, അതിന്റെ ഉൽപ്പന്നങ്ങൾ, അത് നമ്മൾ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹീലിംഗ് കിട്ടുന്നു, ഒരുപാട് സ്വാസ്ഥ്യം കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. WHO പറയുന്ന ഒരു കാര്യമുണ്ട്, 99% കോസസ് ഓഫ് ഡിസീസ് ആൻഡ് ഡിസോർഡേഴ്സ് or any type of dysfunctions only due to lack of blood circulation and oxygen level. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ശരീരത്തിലുള്ള കോടാനുകോടി കോശങ്ങളിലേക്ക് ഓക്സിജൻ, ന്യൂട്രീഷൻ, വാട്ടർ, ട്രേസ് എലമെന്റ്സുകൾ, ഹോർമോൺസുകളെ എല്ലാം എത്തിച്ചു കൊടുക്കുന്നത് ബ്ലഡ് ആണ്. ബ്ലഡിന്റെ സർക്കുലേഷന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു, നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 24 hours എവറി സെക്കൻഡ് നമ്മുടെ ശരീരത്തിലെ സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കണം. ഇതിലുണ്ടാകുന്ന കുറവുകൾ, ഇതിലുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് നമുക്ക് പലതരത്തിലുള്ള ക്രോണിക് ഡിസീസുകൾക്ക് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഡിസോർഡറുകൾക്ക് കാരണമാകുന്നു, ഡിസ്ഫങ്ഷനുകൾക്ക് കാരണമാകുന്നു, അത് ഡിസീസിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ബ്ലഡിനകത്താണ് ഓക്സിജൻ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കുലേഷന് കുറവ് വന്നു കഴിഞ്ഞാൽ ഓക്സിജന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ട് കാരണങ്ങളാണ് ഈ ക്രോണിക് ഡിസീസ് അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊക്കെ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന രോഗാവസ്ഥകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളതാണ്. അപ്പൊ സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പറാക്കാനും ബൈ ഡിഫോൾട്ട് നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ആൾട്ടർനേറ്റീവ് ഹീലിംഗ് സപ്പോർട്ടിംഗ് തെറാപ്പി സിസ്റ്റമാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. അതിൽ അധിഷ്ഠിതമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ പല ആളുകളും ചോദിക്കും, എന്ത് മാഗ്നറ്റ് ആണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഒരു ജൈവകാന്തമാണ്. ജൈവകാന്തം എന്ന് പറഞ്ഞാൽ ബയോമാഗ്നറ്റ് എന്നാണ് അതിന്റെ അർത്ഥം, ബയോമാഗ്നറ്റ്. ആ ജൈവകാന്തത്തിന്റെ പേര് നിയോഡൈമിയം എന്നാണ്. നമ്മുടെ ആവർത്തന പട്ടികയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 60ാമത്തെ മൂലകമാണ്. അതിൽ തന്നെ N35 ഗ്രേഡിലുള്ള മാഗ്നറ്റ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇന്ന് ഇന്ത്യയിൽ നൂറുകണക്കിന് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അവരെല്ലാവരും 99% അവർ ഉപയോഗിക്കുന്നത് N22 ഗ്രേഡിലുള്ളതാണ്. ഇവിടെ നമ്മുടെ കമ്പനി MR മാർക്കറ്റിംഗ് കമ്പനി N35 ഗ്രേഡിലുള്ള നിയോഡൈമിയം മാഗ്നറ്റ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ പവർഫുൾ ആണ്, അതിന്റെ ഗോസ് പവർ കൂടുതലാണ്, അതിന്റെ മാഗ്നറ്റ് ഫീൽഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ എഫക്റ്റ് വളരെയധികം കൂടുതലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്താണ്? ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ആദ്യത്തെ ശ്രേണിയിൽ വരുന്നത് ഒരു മാട്രസ് പാഡും പില്ലോ പാഡും ആണ്. നമ്മളൊക്കെ വിശ്രമിക്കാൻ വേണ്ടി കിടക്കുന്നു. ശരീരത്തിന് സ്വാസ്ഥ്യം കിട്ടുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഉറങ്ങുന്ന സമയമാണ്. ഉറക്കം നന്നായി ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി നല്ല എനർജറ്റിക് ആയിരിക്കും. ഉറക്കം കുറവുള്ള വ്യക്തികൾ ഒരുപാട് ഡിസോർഡറുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അവര് അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ മാഗ്നറ്റിക് മാട്രസിന് കുറെ കാലങ്ങളായിട്ട് തന്നെ വേറൊരു പേര് കൂടിയുണ്ട്, സ്ലീപ്പിംഗ് പാഡ് എന്നാണ് അതിന് പറയുന്നത്. നന്നായിട്ട് ഉറക്കം കൊടുക്കാൻ സഹായിക്കുന്ന ഒരു പാഡ്. എന്തുകൊണ്ടാണ് അതിന് ഉറക്കം കൊടുക്കാൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആകുന്ന സമയത്ത്, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആകുന്ന സമയത്ത് പീനിയൽ ഗ്ലാൻഡ് ആക്റ്റീവ് ആവുകയും മെലാറ്റോണിന്റെ ഉത്പാദനം കൂടുകയും നല്ല ഉറക്കം കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാട്രസ് പാഡ് ഉപയോഗിച്ച ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന റിസൾട്ട് ആദ്യം പറയുന്നത് നല്ല ഉറക്കം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള
കുറവുകളെയും അതുപോലെ തന്നെ ഡിസ്ഫങ്ഷനുകളെയൊക്കെ തന്നെ ഫങ്ഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. ഒരുപാട് മെയിൻറ്റെയിൻസ് മെക്കാനിസം ഒക്കെ തന്നെ നടക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. അപ്പൊ നന്നായിട്ട് ഉറക്കം കിട്ടുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. സർക്കുലേഷൻ, ഈ ഒരു മാട്രസ് പാഡിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു 6-7 മണിക്കൂർ കിടക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള മാഗ്നറ്റിക് എനർജി കിട്ടുന്നു, ഒന്നാമത്തെ കാര്യം. 2, സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ സഹായിക്കുന്നു. ബൈ ഡിഫോൾട്ട് ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നു. ഈ 2 കാര്യം നടക്കുമ്പോൾ തന്നെ ശരീരത്തിന് ഹീലിംഗ് സംഭവിക്കുന്നു. എങ്ങനെ ഹീലിംഗ് സംഭവിക്കുന്നു? സർക്കുലേഷൻ പ്രോപ്പർ ആകുമ്പോൾ, ഓക്സിജന്റെ അളവ് ക്രമപ്പെടുമ്പോൾ സെല്ലുകൾ ആക്റ്റീവ് ആവുകയും ആ സെല്ലുകൾ അതിന്റെ ധർമ്മം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ ഹീലിംഗ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ശരീരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും തനിയെ സോൾവ് ആവാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഹീലിംഗ് സ്വയം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ്. ആ ഹീലിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നു, അതിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ പെട്ടെന്നുണ്ടാകുന്ന റിസൾട്ടുകൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ, ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് നല്ല ഉറക്കം കിട്ടുന്നു. 2, പലതരത്തിലുള്ള പെയിനുകളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ ക്രോണിക് ഇൻഫ്ലാമേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അറ്റാക്ക്, ബ്ലോക്ക്, വെരിക്കോസ് വെയിൻ ഇങ്ങനെ തുടങ്ങുന്ന വിഷയങ്ങൾ, അതിനൊക്കെ തന്നെ പതിയെ ശരീരത്തിന് ആ സ്വാഭാവികതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിലെ മാട്രസ് പാഡും പില്ലോ പാഡും ഉണ്ട്. മറ്റൊന്നുള്ളത് വാട്ടർ എനർജി പാഡാണ്. നമ്മൾ കുടിക്കുന്ന വാട്ടർ ബോട്ടിലിന്റെ മുകളിൽ റാപ്പ് ചെയ്യുന്ന ഒരു പാഡാണ്. മാഗ്നറ്റൈസർ വാട്ടർ ആക്കാൻ സഹായിക്കുന്ന ഒരു പാഡാണ് വാട്ടർ എനർജി പാഡ്. ഇത് വെള്ളത്തെ മാഗ്നറ്റൈസ് ചെയ്യുന്നു, വെള്ളത്തിന്റെ ഡെൻസിറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ, സാധാരണ നോർമൽ വാട്ടർ മാഗ്നറ്റൈസ് ചെയ്ത് കുടിക്കുമ്പോൾ എന്ത് ഗുണമാണ് നമുക്കുള്ളത്? ക്വിക്കായിട്ട് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഗുണം. നമ്മുടെ ശരീരം എപ്പോഴൊക്കെ ഡീഹൈഡ്രേറ്റഡ് ആകുന്നു ആ സമയത്ത് ഫങ്ഷനുകളെല്ലാം താറുമാറിലാകും. എപ്പോഴും ബോഡി ഹൈഡ്രേറ്റഡ് ആകണം. നിർജ്ജലീകരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാൻ പാടില്ല. എപ്പോഴും ജലത്തിന്റെ അളവ് ക്രമപ്പെട്ട് നിൽക്കണം. നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ബോഡിയിൽ 70% വാട്ടർ കണ്ടന്റ് ആണ്, ബ്ലഡിനകത്ത് 90% വാട്ടർ കണ്ടന്റ് ആണ്. എപ്പോഴൊക്കെ വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ കുറയുന്നോ അത് ഡീഹൈഡ്രേഷന് കാരണമാകുന്നു. അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഒരുപാട് ഡിസ്ഫങ്ഷനിലേക്കും ഡിസോർഡറിലേക്കും കൊണ്ട് ചെന്നെത്തിക്കുന്നു. പ്രത്യേകിച്ച് മെറ്റാബോളിസത്തിലൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ മാഗ്നറ്റൈസർ വാട്ടർ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും കിട്ടുന്നത്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ബ്ലഡിന്റെ വിസ്കോസിറ്റിയെ കുറച്ച്, അതായത് ബ്ലഡിന്റെ ആ ഒരു സാന്ദ്രതയെ കുറച്ച് ബ്ലഡിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം 24 hours എവറി സെക്കൻഡും വളരെ വിജിലന്റ് ആയിട്ട് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അതിന് സുഗമമായിട്ട് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയണം, അതിന്റെ നോർമൽ വിസ്കോസിറ്റിയിൽ അത് മൂവ് ചെയ്യണം. അതിന് മാഗ്നറ്റൈസർ വാട്ടർ സഹായിക്കുന്നു. മറ്റൊന്നുള്ളത്, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജൈവരാസ പ്രവർത്തനങ്ങൾ, ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരുപാട് രാസമാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ 3 രീതിയിലാണ് ശരീരത്തിന് പുറന്തള്ളപ്പെടുന്നത്. നമുക്കറിയാം, വേർപ്പിലൂടെ, സ്വെറ്റിലൂടെ പുറന്തള്ളപ്പെടുന്നു, യൂറിനിലൂടെ പുറന്തള്ളപ്പെടുന്നു, മോഷനിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഇത് സുഗമമാകാൻ, ഇതിനെ നമ്മുടെ ശരീരം ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിങ്ങിലൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഈ ഡീടോക്സിഫിക്കേഷൻ കാര്യക്ഷമമായി നമ്മുടെ ശരീരത്തിനകത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്ര വെള്ളം കുടിക്കണം. ആവശ്യമുള്ളത്രേ വെള്ളം കുടിക്കാവൂ, കൂടുതൽ വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് ഡെൻസിറ്റി കുറഞ്ഞ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ അത് ക്വിക്കായിട്ട് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നു, ബോഡി വളരെ പെട്ടെന്ന് ഹൈഡ്രേറ്റഡ് ആകുന്നു. ആ ജലാംശം നിറഞ്ഞ ശരീരത്തിൽ മെറ്റാബോളിസം, കാറ്റബോളിസം, അനാബോളിസം എല്ലാം തന്നെ നോർമൽ ആകാൻ സഹായിക്കുന്നു. പ്രത്യേകിച്ച് GI ട്രാക്ട് ക്ലീൻ ചെയ്യാൻ, ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ക്ലീൻ ചെയ്യാനും ഗട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. വെള്ളം കുറഞ്ഞു കുടിക്കുന്ന ആളുകൾക്ക് സ്കിൻ ഡിസീസുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്, മെമ്മറി ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്, വിഷൻ ക്ലാരിറ്റി ഡിസോർഡർ വരാനുള്ള ചാൻസ് ഉണ്ട്, ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, പൈൽസ്, വെരിക്കോസ് വെയിന്,
ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ശരീരത്തിന് ആവശ്യമുള്ളത്ര വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. അപ്പൊ മാഗ്നറ്റൈസർ വാട്ടർ കുടിച്ച് ശീലിക്കുക. അത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ചെയ്യും. ബി പി നോർമലാകാൻ, നമ്മളെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ 37.3 ഡിഗ്രി സെൽഷ്യസിൽ നിലനിൽക്കാൻ, നമ്മുടെ pH 7.35 നിലനിൽക്കുന്നതിന് വേണ്ടി ഇതിലൊക്കെ തന്നെ വെള്ളം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ശരീരത്തിന്റെ ആവശ്യാനുസരണം വെള്ളം കുടിച്ച് ശീലിക്കുക. മാഗ്നറ്റൈസർ വാട്ടർ കുടിച്ച് ശീലിക്കുക. മാഗ്നറ്റൈസർ വാട്ടർ കുടിച്ച ആളുകൾക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഗ്യാസ്, അസിഡിറ്റി, നെഞ്ഞെരിച്ചൽ, ചെസ്റ്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങൾ, ജോയിന്റ് പെയിനുകൾ, മസിൽ പെയിനുകൾ ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് മോചനം കൊടുക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒന്നുള്ളത് നമുക്ക് ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ റിസ്റ്റ് ബാൻഡുമാണ്. കയ്യിൽ കെട്ടുന്ന റിസ്റ്റ് ബാൻഡ്, മറ്റൊന്നുള്ളത് ബ്രേസ്ലെറ്റ്. ഇതിന് രണ്ടിലും മാഗ്നറ്റ് ഇതിനകത്ത് ഉണ്ട്. ഇത് BP കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബ്ലഡിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട്, ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലാമേഷനുകൾ, പെയിനുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഇത് സഹായിക്കുന്നു. പ്രത്യേകിച്ച് ചില ആളുകൾക്കൊക്കെ മൈഗ്രെയിൻ ഉണ്ടാകാറുണ്ട്. തലവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ റിസ്റ്റ് ബാൻഡ് ഒന്ന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് റിസ്റ്റ് തലവേദന കുറയുന്നു. അങ്ങനെ തലവേദന ഉള്ള ആളുകൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കണം. എന്നിട്ട് റിസ്റ്റ് ബാൻഡ് ഒന്ന് കെട്ടിയിട്ട് അരമണിക്കൂർ വിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 99% തലവേദന അവിടുന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള, ഇൻസ്റ്റാന്റ് റിസൾട്ട് കിട്ടുന്ന, ഇൻസ്റ്റാന്റ് എനർജി കൊടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ബ്രേസ്ലെറ്റും റിസ്റ്റ് ബാൻഡും. ഇങ്ങനെ ബയോമാഗ്നറ്റിന്റെ ശ്രേണിയിൽ ഇത്രയും ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. ഇതെല്ലാം തന്നെ പ്രിവെൻഷന് വേണ്ടിയിട്ടും അതുപോലെ ക്യൂറിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. എന്താണ് പ്രിവെൻഷൻ? വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാൻ പറ്റും, രക്തവുമായി ബന്ധപ്പെട്ട്, ബ്ലഡുമായി ബന്ധപ്പെട്ട്, ബ്ലഡിന്റെ ചംക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനവധി പ്രയാസങ്ങൾ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞെങ്കിൽ സർക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ട് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിലൊന്നാണ് അറ്റാക്ക്, അതിലൊന്നാണ് സ്ട്രോക്ക്. ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെ കൂടുതലായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, വളരെ ചെറുപ്പത്തിലൊക്കെ ഉള്ള ആളുകളൊക്കെ എത്രയോ ആളുകൾ സഡൻ ഡെത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തിൽ നമുക്കറിയാൻ പറ്റും, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB റിപ്പോർട്ട് പുറത്തിറക്കേണ്ടായി. NCRB പറയുന്നത് മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള ഒരു വില്ലൻ. മയോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് സങ്കോചിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. ഒരു ദിവസത്തിൽ 1 ലക്ഷം തവണയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെയാണ് ബ്ലഡിന്റെ ചംക്രമണം പ്രോപ്പർ ആക്കുന്നത്. അപ്പൊ ആ ഹാർട്ട് ബീറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് സഡൻ ഡെത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇന്ത്യയിൽ എത്രയോ ആളുകൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അങ്ങനെ സഡൻ ഡെത്തിന് വിധേയരായിട്ട് കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല NCRB പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടിയിട്ട്, നമ്മളിതൊന്നും വിട്ടുകളയാൻ പാടില്ല, അല്ലെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് പല ആളുകളും ചിന്തിക്കാറുണ്ട്. അങ്ങനെയൊന്നല്ല, ഇത് ആരെ വേണമെങ്കിലും ബാധിക്കാം. ഇത് ഡോക്ടറെന്നോ വക്കീലെന്നോ അല്ലെങ്കിൽ അധ്യാപകരെന്നോ അതല്ലെങ്കിൽ സാധാരണക്കാരനെന്നോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനെന്നോ ചെറുപ്പക്കാരനെന്നോ ആണോ പെണ്ണോ അങ്ങനെ ഒരു വ്യത്യാസങ്ങളും ഇതിനില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരുടെയും തലയിലും ഡെമോക്ലിസിന്റെ വാള് പോലെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഇതുപോലുള്ള ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. രക്തത്തിന്റെ സഞ്ചാരപഥത്തിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള. അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഒരു പരിധി വരെ അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഉപകരിക്കുക തന്നെ ചെയ്യും, അത് സഹായിക്കുക തന്നെ ചെയ്യും. അത് ഇഷ്ടംപോലെ അനുഭവങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ പ്രിവെൻഷന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. പലതരത്തിലുള്ള ക്രോണിക് ഡിസീസുകൾ, മെറ്റാ ഇൻഫ്ലാമേഷനുകൾ, അതല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രോഡക്റ്റുകൾ പ്രിക്വേഷന് വേണ്ടി ഉപയോഗിക്കാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയാനുള്ളത്. പ്രതിരോധമാണ് പ്രതിവിധിയേക്കാൾ പ്രധാനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പ്രതിവിധിക്ക് വേണ്ടി ഇത്, പ്രതിരോധത്തിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്യൂറിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു, അങ്ങനെയുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നുള്ള റിക്കവറി എളുപ്പമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇങ്ങനെ 2 കാര്യങ്ങൾക്കും ഇത് ഉപകരിക്കുന്നുണ്ട്. ഇത്രയും പ്രോഡക്റ്റുകൾ നമുക്ക് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളാണെങ്കിൽ അടുത്ത ശ്രേണിയിൽ വരുന്നത് നമ്മൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ വെൽനസ് പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. അതുകൂടാതെ പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളും ഹോം എസെൻഷ്യൽ പ്രോഡക്റ്റുകളും ഒക്കെ തന്നെ നമുക്കുണ്ട്. ഞാനൊരു ചെറിയ വിവരണം അതിനെ കുറിച്ചിട്ട് പറയാം. അതിലൊന്ന് നാച്ചുറൽ ഡീടോക്സ് ഫുഡ് പാച്ച് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് കാൽപാദത്തിൽ ഒട്ടിക്കുന്ന ഒരു പാച്ചാണ്. ശരീരത്തിലുണ്ടാകുന്ന ശരീരത്തിന് ഉള്ളിലുള്ള പലതരത്തിലുള്ള പോയിസണുകളെയും ടോക്സിനുകളെയും
വലിച്ചെടുക്കുന്ന, കാൽപാദത്തിലൂടെ വലിച്ചെടുക്കുന്ന ഒരു ഡീറ്റോക്സ് ഫുഡ് പാച്ച് ആണത്. ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു രാത്രി ഒട്ടിച്ചു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും അതിന്റെ നിറവ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും, ടോക്സിനുകളെ വലിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. ഒരു 1 വീക്കൊക്കെ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും അത് നിറം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വളരെ കൂടുതലായിരിക്കും അതിന്റെ നിറം എന്ന് പറയുന്നത്. പിന്നെ അത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ അത് പ്രത്യേകിച്ചും ഈ ജോയിന്റ് പെയിൻ ഒക്കെ ഉള്ള ആളുകളും ശരീരത്തിന് വേദന, നീര് അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ടോക്സിൻ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ദീർഘകാലം മെഡിസിൻ കഴിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ തന്നെ ഉറപ്പായിട്ടും ടോക്സിൻ അക്യുമുലേഷൻ ഉണ്ടായിട്ടായിരിക്കും അതിനെല്ലാം തന്നെ വലിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇത് മുളയിൽ നിന്ന് എടുക്കുന്നതാണ്. മുള, ബാംബു, അതിൽ നിന്ന് എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഒരു സൈഡ് എഫക്റ്റും ഇതിന് ഇല്ല. ഇതുകൂടാതെ നിയോഡൈമിയത്തിന്റെ ആന്റി റേഡിയേഷൻ കാർഡ്, ഒരു ചിപ്പാണ്. അത് മൊബൈൽ ഫോണിൽ നമുക്ക് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേഡിയേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ ന്യൂട്രാസ്യൂട്ടിക്കൽസിന്റെ ഒരു വലിയ ശേഖരം ഇവിടെ ഉണ്ട്. ആയുഷ് സർട്ടിഫൈഡ് ആണ്. നമുക്കറിയാൻ പറ്റും ആയുഷ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ആയുർവേദ, സിദ്ധ, യുനാനി, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി തുടങ്ങുന്ന ആൾട്ടർനേറ്റീവ് ഹീലിംഗ് പ്രോഡക്റ്റുകളുടെ, ആൾട്ടർനേറ്റീവ് തെറാപ്പി സിസ്റ്റങ്ങളുടെ ഒരു ഏകീകരണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോഡിയാണ് മിനിസ്ട്രി ഓഫ് ആയുഷ്. ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ ഉള്ള സപ്ലിമെന്റ് പ്രോഡക്റ്റുകൾ, ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന. ഒരു സൈഡ് എഫക്റ്റും ഇതിനില്ല. ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഭക്ഷണം പോലെ കഴിക്കാവുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ, ആരോഗ്യ ഗുണങ്ങൾ തരികയും ചെയ്യുന്നു. ഇന്റേണൽ ഓർഗാൻസിനെ ഹനിക്കുന്ന ഒരു കണ്ടന്റും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്യുവർ ഹെർബായിട്ടുള്ള, ഹെർബുകളിൽ നിന്നെടുക്കുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ടുള്ള സപ്ലിമെന്റുകളാണ് ഇവിടെ നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അതിലൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് BP കെയർ ക്യാപ്സൂൾ ആണ്. BP കെയർ ക്യാപ്സൂൾ ആണ്. ഇത് കുറെ ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് BP. ഞാൻ നേരത്തെ പറഞ്ഞു NCRBയുടെ റിപ്പോർട്ടിന്റെ കാര്യം പറയണ്ടായി. ആ NCRB പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ മാത്രം 20% ആളുകൾക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ചെറുതോ വലുതോ ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ ഡിസീസിന് വിധേയരായിട്ടുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. അപ്പോ അത് BPയുടെ വേരിയേഷൻ, അതുപോലെ തന്നെ സർക്കുലേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ, ഹൃദയാരോഗ്യത്തിൽ ഉണ്ടാകുന്ന വേരിയേഷനുകളൊക്കെ തന്നെ അതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോ നാച്ചുറൽ ആയിട്ട്, പ്രകൃതിദത്തമായിട്ട് BPയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് BP കെയർ ക്യാപ്സൂൾ. അതുകൂടാതെ ഡയബ് കൺട്രോൾ പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇന്ന് ഡയബറ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം അതിലേക്ക് അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ക്ലാസ് എടുക്കേണ്ടി വരും. പക്ഷെ നമുക്ക് അതിന് സമയമില്ല. ഡയബറ്റിക് എന്ന് പറയുന്നത് ഒരു സൈലന്റ് കില്ലറാണ്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. വലിയൊരു വിഭാഗം ജനങ്ങളെ അത് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ ദുരന്തങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, നമുക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും. ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ ആയിട്ട്, പ്രകൃതിദത്തമായിട്ട്, ഹെർബുകളിലൂടെ, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് ഡയബ് കൺട്രോൾ പ്ലസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി അഥവാ ആഗ്നേയ ഗ്രന്ഥിയിലെ ബീറ്റാ സെൽസിനെ പ്രൊഡക്ഷൻ ചെയ്ത്, ബീറ്റാ സെൽസ് ന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തി ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഒരു 2 to 3 മന്ത്സ് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ, 2 മുതൽ 3 മാസം വരെ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഇത് ഉപയോഗിച്ച ആളുകളിൽ നിന്ന് കിട്ടിയ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇൻസുലിൻ വരെ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അലോപ്പതി മെഡിസിനുകൾ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഗംഭീരമായ പ്രൊഡക്റ്റ് ആണ് ഡയബ് കൺട്രോൾ പ്ലസ് എന്ന് പറയുന്നത്. ഇതൊരു ക്യാപ്സൂൾ ടൈപ്പിലാണ് വരുന്നത്. അതുകൂടാതെ ഹെയർ കെയർ ക്യാപ്സൂൾ വേറെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. കൂടാതെ മോർണിംഗ് ഫ്രഷ് ചുരാൻ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമുണ്ട്. മോർണിംഗ് ഫ്രഷ് ചുരാൻ, ഇതാണ് ആ ഒരു പ്രോഡക്റ്റ്. ഇത് ആയുർവേദത്തിൽ ത്രിഫല എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഒക്കെ പല ആളുകൾക്ക് അറിയണ്ടായിരിക്കും. ത്രിഫല ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഗട്ടിന് ഗുണം ചെയ്യുന്നു. അതായത് നമ്മുടെ ഉദരാശയം എന്ന് പറയുന്ന ഭാഗത്തുണ്ടാകുന്ന ഡാമേജുകൾ, പ്രത്യേകിച്ച് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ, ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ള ആളുകളുണ്ട്, മോഷൻ പോകാത്ത ആളുകള്, ഡൈജഷൻ പ്രോപ്പർ അല്ലാത്ത ആളുകള്, എപ്പോഴും അസിഡിറ്റിയും ഗ്യാസും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇത് വളരെ നല്ല റിസൾട്ട് തരുന്നൊരു പൗഡർ ഫോമാണ്, ചൂർണമാണിത്. ഒരു 5 ഗ്രാം ഇളം ചൂടുവെള്ളത്തിൽ കലക്കി രാത്രി കഴിക്കുകയാണെങ്കിൽ രാവിലെ നല്ല മോഷനൊക്കെ കറക്റ്റായി വയറൊക്കെ നല്ല ശുദ്ധീകരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്.
അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വയറിളക്കി പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മോഷനൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നു. ബോൾ മൂവ്മെന്റ് ഒക്കെ വളരെ കറക്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണ്. അതായത് ഈ ഉദര പ്രശ്നങ്ങൾ, ഉദരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് 10-8 ആളുകൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അത്രത്തോളം റേഷ്യോ കൂടുതലാണത്. അപ്പൊ അങ്ങനെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ട്രിപ്പിൾ സ്റ്റെം സെൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. കഴിഞ്ഞ സൺഡേയിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സ്റ്റെം സെൽ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂലകോശങ്ങൾ, ഗ്രീൻ ആപ്പിളിൽ നിന്നൊക്കെ എടുക്കുന്ന, അതുപോലെ മുന്തിരിക്കുരുവിൽ നിന്നൊക്കെ എടുക്കുന്ന കുറച്ച് എക്സ്ട്രാക്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് സ്റ്റെം സെൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, അതുപോലെ തന്നെ ശരീരത്തെ പിന്നെ ഈ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആന്റി ഏജിങ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് സ്റ്റെം സെൽ. അതുകൂടാതെ ഒമേഗ ഗോൾഡ് 369, 3 ഒമേഗകളാണ്. ഇത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കൊഴുപ്പാണ് ഒമേഗ എന്ന് പറയുന്നത്. അതിൽ 3, 6, 9. അതിന് റയർ ഒമേഗയാണ് 9 എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഒരു സോഫ്റ്റ് ജെൽ ക്യാപ്സൂൾ ഉണ്ട്. ഇത് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം, ബ്രെയിനിന്റെ പ്രവർത്തനം, കണ്ണിന്റെ പ്രവർത്തനം, ഇതിനൊക്കെ തന്നെ സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്. പ്രത്യേകിച്ച് ഈ പെയിൻ ഒക്കെ ഉള്ള ആളുകൾക്ക്, വേദനയൊക്കെ ഉള്ള ആളുകൾക്ക്, ഷുഗർ ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ നമുക്ക് ഒമേഗ നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു സൂപ്പർബായിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്. കൂടാതെ നോനി എക്സ്ട്രാക്ട് ക്യാപ്സൂള്, തൈറോഷെയ്ഡ് എന്ന് പറയുന്ന തൈറോയിഡിന്, ഇപ്പൊ നമുക്കറിയാം ഹൈപ്പർ തൈറോയിഡ്, അതുപോലെ തന്നെ പിന്നെ ഹൈപ്പോ തൈറോയിഡ് എന്നൊക്കെ പറയുന്ന തൈറോയിഡിന്റെ 2 വക ഭേദങ്ങൾ. ഏതിനാണെങ്കിലും അതിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് തൈറോഷീഡ് എന്ന് പറയുന്നത്. പിന്നെ അലോവേര, കറ്റാർവാഴയുടെ ഒരു വെജ് ക്യാപ്സൂൾ ഉണ്ട്. കറ്റാർവാഴ നമുക്കറിയാം ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാണ്. സ്കിന്നിനൊക്കെ വളരെ നല്ല ഒരു ഗുണം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഡൈജഷന് അത് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രൊഡക്റ്റ് പൈൽസൂത്ത് പ്ലസ് എന്ന് പറയുന്ന ഒരു ക്യാപ്സൂളാണ്. പൈൽസൂത്ത് പ്ലസ് എന്നുണ്ടെങ്കിൽ പൈൽസ് കുറെ ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ്. ഒരുപാട് ആളുകൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് വളരെ ഈ ഒരു ക്യാപ്സൂൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന ഗുണം ഇതുമായി ബന്ധപ്പെട്ടുള്ള പെയിന് കുറയുന്നു എന്നുള്ളതാണ്. ഈ പൈൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ബുദ്ധിമുട്ടിക്കുന്ന ആ പെയിനിന് വളരെ പെട്ടെന്ന് റിലാക്സേഷൻ തരുന്നു. അതുപോലെ തന്നെ മോഷൻ കറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി സഹായിക്കുന്നു. അതിന്റെ തടസ്സങ്ങളൊക്കെ നീക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇങ്ങനെ അത് ഉണ്ടാക്കാൻ കാരണമാകുന്ന വിഷയങ്ങളെ പതിയെ സോൾവ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പൈൽസൂത്ത് പ്ലസ് എന്ന് പറയുന്ന ക്യാപ്സൂൾ. പിന്നെ മാനി കാൽസ്യം എന്ന് പറയുന്ന ടാബ്ലറ്റ് ഉണ്ട്. ടാബ്ലറ്റ് ഫോം ആണ്. ശരീരത്തിലെ കാൽസ്യം ഡെഫിഷ്യൻസിയെ നാച്ചുറൽ ആയിട്ട് നമുക്ക് അത് കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നതാണ് മാനി കാൽസ്യം എന്ന് പറയുന്നത്. പിന്നെ ആസ്ട്രോ റിലീഫ് ഗാർഡ് എന്ന് പറയുന്ന ക്യാപ്സൂൾ ഉണ്ട്. ഇത് ഈ ശ്വാസം മുട്ടലുള്ള ശ്വാസവിമിഷ്ടം, വീസിൻ പ്രോബ്ലം, അതുപോലെ തന്നെ ക്രോണിക് അലർജിക് കണ്ടീഷനൊക്കെ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ്. കൂടാതെ സ്പൈറുലിന എന്ന് പറയുന്ന ഒരു ക്യാപ്സൂൾ ഉണ്ട്. സ്പൈറുലിന കുറെ ആളുകൾക്ക് അറിയുന്ന ഒരു സപ്ലിമെന്റ് ആണ് സ്പൈറുലിന. ഏത് ഏജിലും എല്ലാ ആളുകൾക്കും എത്ര വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് സ്പൈറുലിന. ഇതൊരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. കടൽ പ്ലാസി എന്ന് പറയും. കടൽ പായലാണ്. 60% ഈസിലി ഡൈജസ്റ്റബിൾ പ്രോട്ടീൻ ആണ്. ഓൾ വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള സമ്പൂർണ്ണ ആഹാരമാണ്. ഇതിനെ കുറിച്ച് പറയുന്നു 2 കിലോ പച്ചക്കറി, 2 കിലോ ഗാർഡൻ ഫ്രഷ് വെജിറ്റബിൾ കഴിച്ചാൽ ശരീരത്തിന് കിട്ടുന്ന ഗുണം 1 ഗ്രാം സ്പൈറുലിനൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ പറയുന്നത്. അത്രത്തോളം ശരീരത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ആണ് സ്പൈറുലിന എന്ന് പറയുന്നത്. ഇത് കൊച്ചുകുട്ടികൾ മുതൽ പ്രഗ്നൻസി പീരീഡിലുള്ള ലേഡീസിന് പോലും സേഫ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. അത്രത്തോളം ഗുണകരമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സ്പൈറുലിന പ്ലാങ്ക്ടൺ. അത് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. പിന്നെ മൾട്ടി ചാർജ് ക്യാപ്സ്യൂൾ, ഇമ്മ്യൂണോ മാക്സ് എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റിന്റെ ഒരു ക്യാപ്സ്യൂൾ. അതുപോലെ ശിലാജിത്ത് എന്ന് പറയുന്ന കന്മദം, ശുദ്ധമായ കന്മദം, അത് മാൻ വിറ്റാലിറ്റിക്കൊക്കെ വളരെ എസെൻഷ്യൽ ആണ്. സെക്ഷൽ പവർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ, ടോട്ടൽ ശരീരത്തിന്റെ വെൽബീയിങ്ങിന് വേണ്ടി സഹായിക്കുന്നു. സ്റ്റാമിന, വിഗർ, വിറ്റാലിറ്റി, സ്ട്രെങ്ത് ഒക്കെ കൊടുക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം, വന്ധ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, പുരുഷ വന്ധ്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ശിലാജിത്തിനുണ്ട്. പിന്നെ ഓർത്തോ ജോയിന്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഓർത്തോ ജോയിന്റ്. ഈ ഓർത്തോ ജോയിന്റ് ഉപയോഗിക്കുന്നത്
പ്രധാനമായിട്ടും ആർത്രൈറ്റിസിന്റെ പ്രശ്നങ്ങളുള്ള ആളുകൾ, ആർത്രൈറ്റിസ് എന്നെങ്കിൽ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ, ജോയിന്റ് പെയിൻ, അതുപോലെ തന്നെ മസിൽ പെയിൻ, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഇങ്ങനെ തുടങ്ങുന്ന ബാക്ക് പെയിന്, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഓർത്തോ സപ്പോർട്ട് ചെയ്യുന്ന, ജോയിന്റിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിനെയൊക്കെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഗ്രാമും ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ സൂമിലൂടെയും ഫിസിക്കൽ മീറ്റിങ്ങിലൂടെയും ട്രെയിനിങ്ങിലൂടെ ഒക്കെ നമ്മൾ തന്നിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിന്റെ A to Z എല്ലാം നമ്മൾ പതിയെ പതിയെ തന്നുകൊണ്ടിരിക്കും. പിന്നെ ലേഡി കെയർ ജ്യൂസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്കുണ്ട്. ലേഡി കെയർ ജ്യൂസ് സ്ത്രീകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗൈനക് ഡിസോർഡർ, PCOD തുടങ്ങിയിട്ടുള്ള പിന്നെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങള്, അതുപോലെ പീരിയഡിലെ പല വ്യത്യാസങ്ങളെ അവരനുഭവിക്കുന്ന പല വിഷയങ്ങൾക്കും നോർമലൈസ് ചെയ്യാനും അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി, വിറ്റാലിറ്റി ഒക്കെ കൊടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ലേഡി കെയർ ജ്യൂസ്. പിന്നെ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ജ്യൂസ് ഉണ്ട്. മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന കല്ല്, കിഡ്നി സ്റ്റോൺ, ഗാൾ ബ്ലഡർ സ്റ്റോൺ ഒക്കെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കിഡ്നി സ്റ്റോൺ. പിന്നെ പ്രീമിയം നോനി ജ്യൂസ് ഒക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ വെൽനസ് മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. വളരെ ഗുണകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നോനി ജ്യൂസ് എന്ന് പറയുന്നത്. നോനി പഴത്തിന്റെ എക്സ്ട്രാക്ട് ആണ്. പിന്നെ ലിവർ കെയർ ജ്യൂസ്. ലിവർ കെയർ എന്നുണ്ടെങ്കിൽ ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്കറിയാം കിഴാർ നെല്ലിയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് മഞ്ഞപ്പിത്തത്തിന്റെ വകഭേദങ്ങൾ, ജോണ്ടിസിന്റെ വകഭേദങ്ങൾ, ഹൈപ്പറ്റൈറ്റിസ് BCD എന്നൊക്കെ പറയുന്ന ഹൈപ്പറ്റൈറ്റിസിന്റെ വകഭേദങ്ങൾക്കൊക്കെ തന്നെ വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ ചില കുട്ടികളിൽ, ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ, വിശപ്പ് കുറവുള്ള കുട്ടികൾക്കൊക്കെ തന്നെ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വിശപ്പുണ്ടാകാനും വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ലിവർ കെയർ ജ്യൂസ്. പിന്നെ ഫാറ്റ് ലൂസ് ജ്യൂസ് ഉണ്ട്. ഫാറ്റ് ലൂസ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വെയിറ്റ് ലോസ് ജ്യൂസ് ഉണ്ട്. പിന്നെ മെമ്മറി ബൂസ്റ്റർ ജ്യൂസ് ഉണ്ട്. മെമ്മറി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ട്. പിന്നെ 230 വൈൽഡ് ബെറി എലിക്സർ. ഇത് ബെറീസിന്റെ ഒരു എക്സ്ട്രാക്ട് ആണ്. ഒരുപാട് ബെറീസ്, ക്രാൻബെറി, ബ്ലൂബെറി, അസൈബെറി എന്ന് തുടങ്ങുന്ന ഒരുപാട് ബെറീസ് ഉണ്ട്. ബെറീസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സുകളുടെ രാജാക്കന്മാർ എന്നാണ് പറയുന്നത്. ശരീരത്തിന് ആവശ്യമുള്ള ആന്റി ഓക്സിഡന്റുകളുടെ ഒരു വലിയ സമ്മിശ്രണമാണ് ബെറീസിലുള്ളത്. ആ ബെറീസിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടുള്ള ഒരു എലിക്സർ ആണ് വൈൽഡ് ബെറി എന്ന് പറയുന്നത്. അത് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവയവങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ആന്റി ഏജിങ് ആണ്. സർക്കുലേഷനെ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരുപാട് ബെനിഫിറ്റ് ഈ ഒരു പ്രോഡക്റ്റിനുണ്ട്. പിന്നെ പെയിൻ റിലീഫ് പാച്ച് എന്ന് പറയുന്ന, വേദനയുള്ള സ്ഥലത്ത് മാത്രം ഒട്ടിക്കുന്ന ഒരു പാച്ച് ഉണ്ട്. വേദനയുള്ള സ്ഥലത്ത് മാത്രം. ഇപ്പൊ ഉദാഹരണത്തിന് ഷോൾഡറിന് പെയിൻ ഉണ്ട് ഒരാൾക്ക്, അവിടെ മാത്രം ഒട്ടിക്കാൻ പറ്റുന്ന ഒരു പാച്ച്. അവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ട് തന്നെ അവിടുത്തെ ഇൻഫ്ലാമേഷൻ കുറയ്ക്കാനും പെയിനിൽ നിന്ന് മോചനം കൊടുക്കാനും സഹായിക്കുന്നു. പിന്നെ വൈറ്റമിൻ D3 ഡ്രോപ്പ് ഉണ്ട്. വൈറ്റമിൻ D എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ D3. അതിന്റെ ഡ്രോപ്പ് ഉണ്ട്. ഇതെല്ലാം നാച്ചുറൽ സോഴ്സ് നിന്നാണ്, അതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റും നമുക്കില്ല. വൈറ്റമിൻ D3 ഡ്രോപ്പ് ഉണ്ട്. പിന്നെ മെലാറ്റോണിൻ ഡ്രോപ്പ് ഉണ്ട്, ഉറക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മെലാറ്റോണിൻ ഡ്രോപ്പ്. പിന്നെ വൈറ്റമിൻ B12 ഡ്രോപ്പ്. വൈറ്റമിൻ B12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അകാരണമായ ക്ഷീണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ക്യാൻസർ ഒക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ആൽക്കലൈൻ ഡ്രോപ്പ് ഉണ്ട്, വെള്ളത്തിന്റെ ആൽക്കലൈൻ ആക്കുന്ന ഒരു ഡ്രോപ്പ് ഉണ്ട്. പിന്നെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ ഉണ്ട്. അഗ്രികൾച്ചറിന്റെ വലിയ റേഞ്ച് പ്രോഡക്റ്റ് ഉണ്ട്. സ്കിൻ കെയറിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. സ്കിൻ ആൻഡ് ഹെയർ കെയർ പ്രോഡക്റ്റുകൾ, പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളൊക്കെ ധാരാളമുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സോപ്പുകളൊക്കെ, നല്ല അലോവേര നീമിന്റെ ഒക്കെ സോപ്പ്, അതുപോലെ കേസർ, ഹൽദി, ചന്ദൻ സോപ്പ്, ഇങ്ങനെ തുടങ്ങുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ് ആണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയസിനൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന, പ്ലാസ്റ്റിക്കിന്റെ ഒരംശം പോലും ഇല്ലാത്ത സാനിറ്ററി നാപ്കിൻ പോലുള്ള, അതുപോലെ ക്ലീനിങ് ഐറ്റംസ്, ഒരുപാട് ഹോം കെയർ, പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളൊക്കെ തന്നെ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇനി നമ്മുടെ സമൂഹത്തിനകത്ത് ഒരു വലിയ റെവല്യൂഷൻ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു കമ്പനിയാണ് മണിറായ മാർക്കറ്റിംഗ്. ഒരു സംശയവും ആ കാര്യത്തിലുള്ള. ആരൊക്കെ മണിറായുമായിട്ട് കൈകോർക്കുന്നുവോ, ആരൊക്കെ MR മാർക്കറ്റിംഗ് കമ്പനിയുമായിട്ട് കൈകോർക്കുന്നോ, അവരെല്ലാവരും വരും കാലങ്ങളിലെ ഒരു ഫിനാൻഷ്യൽ ഡെവലപ്മെന്റിലേക്ക്, ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്ക്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വരാനുള്ള
സുസജ്ജമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. നമ്മുടെ മാർക്കറ്റ് നാളെ ചർച്ച ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ മാർക്കറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയായിട്ട് MR മാർക്കറ്റിംഗ് മാറാൻ പോവുകയാണ്. ആ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക്, ഒരു വലിയ അവസരത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ സൂം പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സൺഡേ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് MR മാർക്കറ്റിംഗ്. ഗുഡ് നൈറ്റ്.